നമ്മൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കേട്ടു, എല്ലാ മേഖലകളിലും കേട്ടു. എനിക്ക് പറയാനുള്ളത് ഒരു ഭാര്യ എന്ന നിലയിലാണ്. 1977 മെയ് 30 പാമ്പാടി ദയറായി വെച്ച് ഉമ്മൻചാണ്ടി എന്നെ വിവാഹം കഴിച്ചു. ഞാൻ വളരെ സന്തോഷവതിയായിട്ട് വന്നു. നല്ല ഒരു ഭർത്താവിനെ കിട്ടി. അത് വലിയ സന്തോഷമുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യം, ഞാൻ അദ്ദേഹം നിരന്തരമായിട്ട് രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ മന്ത്രിസ്ഥാനം വേണ്ട, രാജിവെയ്. എനിക്ക് അതുമാത്രം അദ്ദേഹത്തെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞത്. ഇന്നാണെങ്കിൽ ചിലപ്പോൾ പറയുമോ എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പിന്നെ മനസ്സിലാക്കി, ഞാനൊരു 4ാമത്തെ ഭാര്യ മാത്രമാണ്. ഉമ്മൻചാണ്ടി 3 വിവാഹം നേരത്തെ കഴിച്ചു. ഒന്ന് പുതുപ്പള്ളി ഇവിടെ ഇരിക്കുന്ന ജനങ്ങള്, രണ്ടാമതിരിക്കുന്ന മലയാളികളുടെ സമൂഹത്തിന്റെ ഒരു കുറെ പേര് ഇവിടെ ഉണ്ട്. 3ാമത് കോൺഗ്രസ് പാർട്ടി, അതിനും ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു 4ാമത്തെ ഭാര്യ, 4ാം ഭാര്യയാണ് ഞാൻ. പക്ഷേ ഒരുപാട് വേദനകളും കഷ്ടതകളും ഒക്കെ. ഇത് 1ാം ഭാര്യ, മറ്റതെല്ലാം 2, 3, 4. അത് സ്പീക്കറുടെ റൂളിംഗ് ആണ്, ഇനി മാറ്റമില്ല. അപ്പൊ അത് യെസ് സർ. അപ്പൊ എങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളോട്ട് ഇറങ്ങി വരുമ്പോൾ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സ്നേഹമായിട്ട് അവരോട് ഇടപെടുമ്പോൾ അവരെങ്ങനെയാ തിരിച്ച് സ്നേഹിക്കുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും ആ ഉമ്മൻചാണ്ടി ആ പാതയിൽ തന്നെ പോകാം. ഈ 3ാം വർഷം അദ്ദേഹം മരിച്ചുപോയതിന് 3ാം വർഷം നമ്മളിവിടെ ഓർമ്മ പുതുക്കുമ്പോൾ, പ്രാർത്ഥന നടക്കുമ്പോഴൊക്കെ ഒരു ഭാര്യയുടെ ഹൃദയം വേദനിക്കും. എന്നാലും നിങ്ങളെല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതിൽ എനിക്ക് ഈ ഖദർമുണ്ട് കാണുമ്പോൾ ഒരു ഗ്രാതുരത്വമാണ്. ഉമ്മൻചാണ്ടി പാൻറ്റിട്ട് കാണാത്ത ഒത്തിരി സങ്കടപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ ഭർത്താവിന് പാൻറ്റില്ലല്ലോ, എൻ്റെ വെറും മുണ്ടും കഥർമുണ്ട് കൊടുത്തിട്ട് നടക്കും, വലിയ സങ്കടമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കൊരു അതൊരു കാണുമ്പോൾ ഒരു സന്തോഷം കൂടെ. അതുകൊണ്ട് ഈ നിങ്ങൾ കഷ്ടപ്പെട്ട് വന്നവർക്ക് എല്ലാവർക്കും എന്നെ നന്ദി, ഹൃദയത്തിൻ്റെ അഗാധയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നമ്മൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിപാടി സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി വന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ജോഷിയെ നന്ദി പറയും. അതിനു മുമ്പ് 3 വീടിന്റെ കൈമാറ്റമുണ്ട്. ഒപ്പം 10 വീട്ടുകാർക്ക് സ്ഥലം കൊടുക്കുന്ന ചടങ്ങുണ്ട്. 114 സ്കൂളുകൾക്ക് എന്താ പറയുക, സൈക്കിള്, അതുപോലെ തന്നെ ക്രിക്കറ്റ് കിറ്റ്, ഫുട്ബോൾ കൊടുക്കുന്ന ചടങ്ങുണ്ട്. അതിന്റെ ഓരോ ചടങ്ങുകൾ നടത്തി പ്രിയപ്പെട്ട സ്പീക്കർ സാറും അതേപോലെ ബെനിച്ചേട്ടനും സിദ്ദീഖ് അവர்களுം ഇവിടുന്ന് KC ജോസഫ് അവர்களுം കടന്നു പോകുന്നു. അതിനുശേഷമാണ് നമ്മുടെ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സ്പീക്കർ സാർ.